ഹായ്, ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് തട്ടുംകട കടപ്പുറത്താണ്. ഫ്രഷായിട്ട് കുറച്ച് മീൻ മേടിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. നല്ല സമയമാണ്, അത്യാവശ്യം മീനുകളായിട്ട് വള്ളങ്ങളൊക്കെ കരക്കേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഭാഗത്തായിട്ട് ലേലംവിളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വള്ളം കയറിയിട്ട് അതിനകത്ത് മീനൊക്കെ ഈ ലേലംവിളി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. വള്ളത്തിൽ നിന്ന് മീനുകളൊക്കെ വാരി ബക്കറ്റിലൊക്കെ ആക്കി ആളുകൾ കൊണ്ടുപോകുന്നു. ചെമ്മീനാണ് കേട്ടോ, ചെമ്മീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ജീവനൊക്കെ ഉള്ള ചെമ്മീനുണ്ട്, പിടയ്ക്കുന്നുണ്ട്. കാണില്ലേ, ജീവനോടുകൂടി ഉണ്ട് ചെമ്മീൻ. നല്ല ഫ്രഷ് ചെമ്മീനാണ്. നല്ല വില കുറവെന്ന് അറിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇതിൽ കിട്ടിയ ചെമ്മീനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ കണ്ടെയ്നറിലാക്കുകയാണ്. അപ്പോൾ കണ്ട ജീവനോടുകൂടി ഉണ്ട്, പിടയ്ക്കുന്നുണ്ടാ. അപ്പുറത്തെ കുളത്തിലുണ്ട് മീനുകൾ. അതെടുത്തും കഴിഞ്ഞിട്ട് അവർ ലേലം വിളിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ കണ്ടെയ്നറുകളിലാക്കുകയാണ്. അതിനകത്ത് നിറയ്ക്കുന്നുണ്ട്. ഒക്കെ ഫ്രഷാണ് കേട്ടോ. ഇനി ഈ ഭാഗത്തേക്ക് ഇവിടെ ചെറിയ ചെറിയ വെള്ളത്തുമ്മ പോയി കഴിഞ്ഞിട്ട് കുറേശ്ശെ ഞണ്ടുകൾ വലയിൽ നിന്ന് ഞണ്ടിനെ എടുക്കണുണ്ടാ. അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടുകളാണ്, നല്ല ഞണ്ടാണ്. ഇതിനൊക്കെ നല്ല വില കുറവാണ് ഇവിടെ. ഇവർ ഈ ചെറുതായിട്ട് കിട്ടുന്ന ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ ലേലം വിളിക്കണോർത്തിടും. അത്യാവശ്യം നല്ല വില കുറവിന് നമുക്കത് അവിടെ നിന്ന് ലേലത്തിൽ വിളിക്കുക. ഒരു 5 കിലോ 8 കിലോ 10 കിലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലേലത്തിൽ വിളിക്കുക. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് ലേലത്തിന് വിളിച്ചിട്ട് പോരാട്ടാ. ലേലം വിളി നടക്കുമ്പോൾ നമ്മൾ മടിച്ചൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന റേറ്റിന് നമുക്ക് ബോധിക്കുന്നൊരു വിലയുണ്ടല്ലോ, ആ വില വരെ നമുക്ക് വിളിക്കാം. കുഴപ്പമില്ല, ആരും ഒന്നും പറയൂല. ഈ ഭാഗത്തും അതെ, വലയിൽ മീനുകളൊക്കെ എടുക്കണതേ ഞണ്ടിനെ എടുക്കുന്നുണ്ട് ആളുകൾ ഇരുന്ന് കണ്ടിട്ട്. ഇവർ ഞണ്ടിനെ മാത്രം പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഞണ്ട് മാത്രമേ ഉള്ളൂ. ഇത് ഞണ്ടിനെ പിടിക്കണ വലയാണെന്ന് തോന്നുന്നു. ഞണ്ട് മാത്രമേ ഉള്ളൂ കൂടുതലും. അപ്പുറത്തെ സൈഡിൽ വള്ളം കരക്കേറുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ആളുകൾ തള്ളിക്കയറ്റുന്നുണ്ട്. നമുക്ക് നോക്കാതെ ഇതാണത്, ചെമ്മീനാണ് ഇതിൽ നിറച്ച്. ഇതിൽ ആകെ ഒരു കുളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചുണ്ടാവുള്ളൂ എന്നൊരു സംശയം. അതിലുണ്ട്, അത്യാവശ്യത്തിനുണ്ട്, അടിവരെ കാണാനുണ്ട്. ഇനി ഇവർ കണ്ടെയ്നറിലാക്കി കണ്ടിട്ട് ലേലം വിളി നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ലേലം വിളി നടക്കുന്നത്. ഇവരിപ്പോൾ ഇത് കണ്ടെയ്നറിലാക്കുകയാണ്. 1 2 3 കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഇനിയിപ്പോൾ അടുത്തേക്കുള്ളതെന്ന് നിറയ്ക്കാൻ പോകണത്. ഈ കണ്ടെയ്നറൊക്കെ എന്തോരം തൂക്കുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തോരം ഇതിനകത്ത് ചെമ്മീൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ കുറച്ച് ചെമ്മീൻ മേടിക്കാനായിട്ടാണ് വന്നത്. എങ്ങനെയാണ് ചെമ്മീനൊക്കെ വാരിയെടുക്കുന്നത് കേട്ടോ. അതിനകത്ത് വേസ്റ്റൊക്കെ അവർ തന്നെ മാറ്റുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട് ഈ ചെമ്മീൻ. ഇവരിത് കണ്ടെയ്നറിലാക്കിയിട്ടേ 2 പേരും കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാം ഇവരിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണത്. 5ഉം 6ഉം ബോക്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. അത് കഴിഞ്ഞ് അവിടെയാണ് ലേലം വിളിയൊക്കെ നടക്കുന്നത് ഒരു സ്ഥലത്താണ് കേട്ടോ. വള്ളങ്ങൾ വന്നടിയണത് ഒരു സ്ഥലത്ത്, ലേലം വിളി നടക്കുന്നത് ഒരു സ്ഥലത്ത്. അങ്ങനെയാണ്. അപ്പുറത്തായിട്ട് വേറൊരു വള്ളം വന്ന് കരക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് അത് പോയി നോക്കണം. പോയി നോക്കാം. ഇതാണ് സംഗതി. കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. വള്ളം ഒന്ന് കരക്കേറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടെ മറ്റുള്ള വള്ളങ്ങളിലെ ജോലിക്കാരൊക്കെ വന്നിങ്ങായിട്ട് സഹായിച്ചിട്ടാണ് ഇവർ ഈ വള്ളത്തിനൊക്കെ കരക്കേറ്റിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ചെമ്മീനായിട്ട് പോകുന്നുണ്ട. ലേലം വിളി നടക്കുന്നിടത്തേക്കാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇവരെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. നല്ല തിരക്കാണ് അവിടെ ലേലം വിളി നടക്കുന്നിടത്ത്. ഈ വലിയ ബോക്സ് ഉണ്ട്. ഈ വലിയ ബോക്സിൽ ആളുകൾ വാങ്ങിച്ചിട്ട് ലേലത്തിൽ പിടിച്ച മീനുകളാണ് ഇതിനകത്ത് കൊണ്ടൊന്ന് ഇട്ട് വയ്ക്കണം കേട്ടോ. അവിടെ നല്ല തിരക്കാണ്. ഫോണൊക്കെ തട്ടിപ്പോണ്ടിരുന്നാൽ മതി ആളുകളുടെ തിരക്കിൻ്റെ ഇടയിൽ. ഒന്ന് പോയി നോക്കാം. നല്ല തിരക്കുണ്ട്. ഇത് കൂടുതലും കച്ചവടക്കാരുടെ തിരക്കാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് കുറേശ്ശെ ക്വാണ്ടിറ്റി മേടിക്കാൻ വന്നിരിക്കുന്ന ആളുകളുടെ തിരക്കുണ്ട്. അത് നമുക്ക് അവരെ കണ്ടാലറിയാം. കുറേശ്ശെ മേടിക്കാൻ വന്ന് ചെമ്മീൻ മാത്രമല്ല, വേറെ എന്തൊക്കെ മീനുണ്ട്. ഇവിടെ നിറയെ ചെമ്മീനുണ്ട്. ഇതൊക്കെ ലേലത്തിൽ പിടിച്ചിട്ട് ഓരോ കച്ചവടക്കാർ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. ഒരുപാട് പേര് അവിടെ അങ്ങനെ ലേലത്തിൽ പിടിച്ചാണ് എടുത്തു വെച്ചേക്കുന്നത്. ഈ കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അത് കച്ചവടക്കാർ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. വിളിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് 2300 എന്നാണ് അവർ പറയണത്. 2300 രൂപയ്ക്കാണ് ഇത് ലേലം വിളിക്കണമെന്നാണ് അവർ പറയണത്. 2300 അല്ല, 2500 തൊട്ടൊക്കെയാണ് ഞങ്ങളുടെ വിളി കേൾക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ പറ്റുന്ന റേറ്റിന് ഇത് വിളിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ലേലം വിളിക്കാൻ വരുന്നൊരു ഗൂഗിൾ പേ ഒന്നായിട്ട് ചെല്ലരുത്, റെഡി ക്യാഷ് ആയിട്ട് തന്നെ ചെല്ലണം, എന്നാലോ കാര്യം നടക്കുള്ളൂ കേട്ടോ. എല്ലാവരുടെ അടുത്തും ഇല്ല എന്നല്ല, മിക്കവരുടെ അടുത്തും ഗൂഗിൾ പേ ഇല്ല. ആയതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ക്യാഷായിട്ട് തന്നെ കൊണ്ടു ചെല്ലണം. പിന്നെ മീൻ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കവറോ ചാക്കോ എന്തെങ്കിലുമായിട്ട് കയ്യിൽ കരുതണം, എന്നാലേ നമുക്ക് അവിടെ നിന്ന് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർ നമുക്ക് തൂക്കം നോക്കിയൊക്കെ തരുന്നത് ഈ കണ്ടെയ്നറുകളിൽ തന്നെ ആയിരിക്കുള്ളൂ. ഇത് കണ്ടെയ്നർ നമ്മൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ സഞ്ചിയോ ചാക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. ഇവിടെ ലേലം വിളി നടക്കുന്ന രീതി നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കോ. ഇവിടെ ലേലം വിളി നടക്കുകയാണ്. ഒരു 8 ബോക്സ് കണ്ടെയ്നറിലായിട്ടാണ് ഈ ലേലം വിളി നടക്കുന്നത്. ഇതേപോലത്തെ ബോക്സ് തന്നെ വേറെ ഉണ്ട് കേട്ടോ. അവർ ജസ്റ്റ് കാണാൻ പാകത്തിലാണ് ഇത് കൊണ്ടുവന്ന് വെച്ചേക്കണത്. കച്ചവടക്കാർ തന്നെയാണ് ഈ ലേലം വിളി നടത്തുന്നത്. റൈറ്റൊക്കെ പറഞ്ഞ് ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആ കച്ചവടക്കാർ വന്നു കഴിഞ്ഞിട്ട് പൈസയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് പോകാറാണ് പതിവ്. അധികമുള്ള ക്വാണ്ടിറ്റിയിലൊന്നും പോയി കഴിഞ്ഞിട്ട് ലേലം വിളിക്കാൻ നമുക്ക് പറ്റൂല. കുറേശ്ശെ കറിക്കൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ തന്നെ കൊണ്ടുവന്നിടും. നമുക്ക് അവിടെ പോയി നിന്ന് ലേലം വിളിക്കാം. ഏകദേശം ഒരു 5-8 കിലോ 10 കിലോ ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കച്ചവടക്കാർ ലേലം വിളിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നുണ്ടാവും. അതിൽ നിന്നായിട്ട് നമുക്ക് 1 കിലോ 2 കിലോ 3 കിലോ ഒക്കെ ആയിട്ട് മേടിച്ചിട്ട് പോവാം, കുഴപ്പമില്ല. ആളുകൾ സഞ്ചിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കുറേ പേര്. അത്യാവശ്യം ആളുകൾ അതിനകത്തുനിന്ന് 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് ഈ ലേലം വിളിച്ച് വെച്ചതിൽ നിന്നായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് പോകാറാണ് പതിവ്. 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് മേടിക്കാൻ വരുന്നവർക്ക് പിന്നെ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് കവറ് കിട്ടും കേട്ടോ. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കവറ് കിട്ടും, അതിൽ വാങ്ങിക്കൊണ്ട് പോവാം. ഇവിടെ ഈ കച്ചവടക്കാർ ലേലത്തിൽ പിടിച്ച് വെച്ചിട്ട് ഉള്ള ഈ ചെമ്മീൻ കൊടുക്കുന്നത് 80 രൂപയ്ക്കാണെന്ന് കേട്ട്, 80 രൂപയ്ക്ക് 1 കിലോ ആയിട്ടാണെന്ന് കേട്ട് മിക്കവരും പറയുന്നുണ്ട്. വാങ്ങിക്കൊണ്ട് പോകുന്നവരൊക്കെ പറയുന്നുണ്ട് ചെമ്മീന് ഭയങ്കര വില കുറവാണ്, 1 കിലോത്തിന് 80 രൂപ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി മേടിക്കുന്നവരുടെ കയ്യിൽ ആ കവറുകൾ കാണാം. 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് മേടിക്കുന്നവരുതേ ആ ചേട്ടൻ്റെ കയ്യിൽ കണ്ട കവർ കണ്ട, ആളത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഒരു ലേലം വിളി നടക്കുകയാണ്. അത്യാവശ്യം കൂടി ചെരിഞ്ഞിട്ടിട്ടുള്ള ലേലം വിളിയാണ്. ഇതെന്തോരം ക്വാണ്ടിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല, നോട്ടത്തിലൊന്നും പറയാൻ പറ്റില്ല. ഇത് കാണാൻ മാത്രമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് നമ്മ. അവർ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ലേലം വിളിക്കുമ്പോൾ അതിനിടയിൽ വർത്താനം പറയേ സംഖ്യകളൊന്നും പറയുകയോ ചെയ്യാൻ നിൽക്കരുത്. തമാശയ്ക്ക് എന്ന് കഴിഞ്ഞിട്ട് ലേലം വിളിയിലൊന്നും കൈകടത്താൻ നിൽക്കരുതാരും. കാരണം ഇവരുടെ ജീവിതമാർഗ്ഗമാണിത്. ഇവർ അതിരാവിലെ എണീറ്റ് പോയി കഴിഞ്ഞിട്ട് കടലിൽ പോയി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഇതിന് തക്കതായ പ്രതിഫലം നേടിക്കൊടുക്കുന്നൊരു പരിപാടിയാണ് ഈ ലേലം വിളി. അതിൽ ചെന്നും കഴിഞ്ഞിട്ട് നമ്മൾ തമാശയ്ക്ക് നിന്നും കഴിഞ്ഞിട്ട് ഒരു വർത്തമാനമൊന്നും പറയാൻ നിൽക്കരുത്. ഇതൊക്കെ ഏകദേശം ഒരു കണ്ടെയ്നറിന് 2000 രൂപയ്ക്കാണ് ഇവർ പറയണ വില കേട്ടോ. അങ്ങനെ 3, 4, 5 കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാവും. ഇത് കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ മുന്നിൽ ഈ 2 എണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ലേലം വിളി നടത്തുന്നത്. ഈ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളും ഒരു 2 കിലോ ചെമ്മീൻ മേടിക്കണം ഉദ്ദേശത്തോട് വന്നതാണെന്നുണ്ടെങ്കിലും കവറൊന്നും കൈ കരുതിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത കടയിൽ നിന്ന് 5 രൂപയ്ക്ക് ഒരു കവർ മേടിച്ച് ഇതിനകത്തുനിന്ന് 2 കിലോ ചെമ്മീൻ മേടിച്ച് അവർ 80 രൂപ ചാർജ് ചെയ്ത്. ഈ 80 രൂപയ്ക്ക് 1 കിലോ എന്നാണ് പറഞ്ഞത്. 1,400 ഒക്കെ ഉണ്ടായിരുന്നു അവർ തന്നത്. അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു, കറുത്ത ചെമ്മീനാണ്. അപ്പോൾ വാങ്ങാൻ വരുന്നവർ കവറൊക്കെ ആയിട്ട് വരാം. കച്ചവടക്കാരുടെ അടുത്തുനിന്ന് അധികം മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേലം വിളിച്ച് മേടിക്കുക, കുഴപ്പമില്ല. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ലാഭം. നമ്മൾ കച്ചവടക്കാരുടെ അടുത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നേരെ പകുതി വിലയ്ക്ക് ഇത് നമുക്ക് കിട്ടും. അപ്പോൾ വാങ്ങാൻ വരുന്നവർ അതേ രീതിക്ക് വരാം. ഞണ്ട് കൊണ്ടുപോകണം,
ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നേരം വൈകി വരുന്നവരാ മീനുകൾക്ക് വില കുറവ് കിട്ടുള്ളൂ. അപ്പം ശരി, അത്യാവശ്യം വാങ്ങാനുള്ള ആളുകളൊക്കെ വന്ന് മേടിക്കുക, നോക്കാം. ചെമ്മീൻ വില കുറവാണെന്ന്. ഓക്കെ, ബൈ.